രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ജനലുകളൊക്കെ തുറന്നിട്ടു. അപ്പോഴാണ് ജനലിൻ്റെ അവിടെ എൻ്റെ കമ്മലിരിക്കുന്നത് കണ്ടത്. വേഗം അതെടുത്തിട്ടു. പിന്നെ പാത്രങ്ങളൊക്കെ രാത്രി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരോ സ്ഥലത്തെടുത്ത് വെച്ചു. ഈ പാത്രം കഴുകിയത് എടുത്ത് വയ്ക്കുക, തുണി അലക്കിയത് മടക്കി വയ്ക്കുക, ഇതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. എന്താ പറയുക, പാത്രം കഴുകാനും തുണി അലക്കാനും പ്രശ്നമില്ല. ഇത് രണ്ടും ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാനാണ് ഏറ്റവും മടി കൂടുതൽ. അങ്ങനെ വേഗം ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണല്ലോ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് നേരം ടി വിയിലൊക്കെ കണ്ടു. നല്ല തിരക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട്, പിന്നെ അത് മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഞം അടിക്കണ്ടേ. അപ്പോൾ കാലത്ത് തന്നെ കടലക്കറി സെറ്റാക്കി. ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ടൊരു യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടല വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, സബോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ചിക്കൻ മസാല, പിന്നെ എന്ത് പൊടിയായിരുന്നു, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടിക്കുക. പിന്നെ കടുക് വറുത്തിടുക. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. നമുക്കിങ്ങനെ കടല രണ്ടാമത് അരച്ച് ചേർക്കൊന്നും വേണ്ട. ആ ഉരുളക്കിഴങ്ങിൻ്റെ കൊഴുപ്പൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പുറത്ത് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കടലക്കറി ശരിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് സാമ്പാർ, ഉച്ചക്കലത്തേക്ക് സാമ്പാർ ഭൂമിക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സാമ്പാറും ചോറും റെഡിയാക്കണമായിരുന്നു. അങ്ങനെ സാമ്പാർ വേഗം റെഡിയാക്കി. സാമ്പാർ ഞാൻ ഇതുപോലെ തന്നെ കഷ്ണങ്ങൾ നല്ലോണം ഉടക്കിയിട്ട മത്തങ്ങ, ഉരുളക്കിഴങ്ങ് അതൊക്കെ നല്ലോണം ഉടയ്ക്കും. കഷ്ണം ഇവിടെ കഴിക്കില്ലല്ലോ, അപ്പോൾ ഉടച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തുണി മടക്കൽ പരിപാടി കുറച്ചധികം ഉണ്ടായിരുന്നു. അതതിൻ്റെ സാമ്പാർ ആവുന്ന കൂട്ടത്തിൽ കൂടെ ഞാൻ വേഗം തുണി മടക്കാൻ പോയി. അങ്ങനെ സാമ്പാറൊക്കെ ആയി. ഈ വെണ്ടയ്ക്ക് ഇതുപോലെ ലാസ്റ്റ് വാട്ടിയിട്ടിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നല്ലോണം ഉരുളക്കിഴങ്ങും മത്തങ്ങയും ഒക്കെ നല്ലോണം ഉടയ്ക്കും. അപ്പോൾ വേഗം ഇവിടെ നല്ലോണം പൊക്കോളും. ഈ കഷ്ണങ്ങളൊന്നും മാറ്റി വയ്ക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ഭൂമിയാണെങ്കിലും അതൊക്കെ കഴിച്ചോളും. അങ്ങനെ എൻ്റെ രാവിലത്തെ ഏകദേശം പരിപാടികളൊക്കെ വേഗം കഴിയുന്നുണ്ട്. സാമ്പാറായി, കടലക്കറിയായി, പിന്നെ ഏട്ടന് കടലക്കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ പാക്കറ്റിൻ്റെ അവിടെ 2-3 ബാക്കി ഉണ്ടായിരുന്നു. അത് വേഗം സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്നു. രാവിലെ ഭൂമിക്ക് ദോശയും സാമ്പാറുമാണ്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ദോശ സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ ഇതാണ്. അങ്ങനെ വേഗം സാമ്പാർ ഞാൻ ഈ പൊടിയിട്ടിട്ടുള്ള സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവരും വറുത്തരച്ചൊക്കെ വെക്കും, പക്ഷേ ഇവിടെ കുട്ടിക്ക് ഇഷ്ടം പൊടിയിട്ടിട്ടുള്ള സാമ്പാറാണ്. അങ്ങനെ വേഗം സാമ്പാറും ദോശയും ഒക്കെ ശരിയാക്കി ഭൂമിക്ക് വേഗം ഭക്ഷണം കൊടുത്തു. ഇപ്പം തന്നെ മണി 9:45 ഉണ്ടായിരുന്നു. 10 മണിക്ക് പോകേണ്ട കുട്ടി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.